ജില്ലാ സഹകരണ ബാങ്കുകളിൽ 1.5 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിച്ചവരുടെ പൂർണ്ണ വിവരം കൈമാറാൻ കേന്ദ്ര ധനകാര്യ ഇന്റലിജൻസ് വിഭാഗം നോട്ടീസ് നൽകി. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് ശേഷം അസാധു നോട്ട് ഉപയോഗിച്ച് നിക്ഷേപം നടത്തിയവരുടെ വിവരം കൈമാറണമെന്നാണ് നിർദ്ദേശം. സമരം നടത്തുന്ന സിനിമാ സംഘടനകൾക്കെതിരെ ശക്തമായ വിമർശനവുമായി നടനും മുൻ മന്ത്രിയുമായ KB ഗണേഷ് കുമാർ. അന്യായമായ ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കണം, ഇതിന് സർക്കാർ നിയമം വഴി ഇടപെടണമെന്നും ഗണേഷ് കുമാർ. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് കണ്ണൂർ ഇരിട്ടിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. വിളക്കോട് സ്വദേശി ബാബുവാണ് മരിച്ചത്. കറൻസി ക്ഷാമത്തെ തുടർന്ന് വ്യാപാരം നഷ്ടത്തിലായതാണ് മരണത്തിന് കാരണം. ചലച്ചിത്ര നടൻ ജഗന്നാഥ വർമ്മ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ലേലം, 6-ാം തമ്പുരാൻ, പത്രം, ന്യൂഡൽഹി തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത വർമ്മ 3 പതിറ്റാണ്ടിലധികം മലയാള ചലച്ചിത്രവേദിയിലെ സജീവ സാന്നിധ്യമായിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ സമരത്തിലേക്ക്. ഡീസൽ വിലവർധനയുടെ പശ്ചാത്തലത്തിൽ ടിക്കറ്റിന്റെ മിനിമം നിരക്ക് 7 രൂപയിൽ നിന്നും 9 ആക്കണമെന്ന ബസ്സുടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ 2 മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ സാമ്പത്തിക ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നോട്ട് നിരോധനത്തിനുമെതിരെ വീണ്ടും ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. മോദി തന്റെ വിദേശയാത്രകൾ നടത്തുന്നത് സമ്പന്നരായ സുഹൃത്തുക്കളുടെ വിമാനത്തിലാണെന്നും നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തിലെ 99% വരുന്ന പാവങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാകുമെന്ന് ഉറപ്പായി. രാജ്യത്തിന്റെ 45ാമത് പ്രസിഡന്റായി ട്രംപിനെ ഇലക്ട്രൽ കോളേജ് സ്ഥിരീകരിച്ചു. ഭൂരിപക്ഷം നേടാൻ ആവശ്യമായിരുന്ന 270 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ ഉറപ്പിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം ട്രംപ് ഉറപ്പിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ 5-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടി മലയാളി താരം കരുൺ നായർ. 381 പന്തിൽ 32 ഫോറും 4 സിക്സും സഹിതമാണ് കരുണിന്റെ ട്രിപ്പിൾ സെഞ്ചുറി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി തന്നെ ട്രിപ്പിൾ അടിക്കുന്ന 3ാമത്തെ താരമാണ് കരുൺ.